കാട്ടുവഴിയിലൂടെ നമ്മുടെ ഒരു കുളക്കടവിലേക്ക്. അതാണ് ടൈറ്റിൽ. എങ്ങനെയുണ്ട്? ഉരുണ്ട് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ നമ്മുടെ അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്കാണത്. നല്ല രസമല്ല കണ്ടോ, നല്ല വേരുകളൊക്കെ ഉണ്ടല്ലേ. അപ്പം ഇനി നമുക്ക് പുഴയുടെ സൗന്ദര്യം ഒന്ന് കാണണ്ടേ. ഇതാണ് ആ പുഴയുടെ സൗന്ദര്യം. ഇങ്ങനെ ബ്യൂട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ വണ്ടി നിർത്തുന്നത്. ഞങ്ങളിങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണെന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ടാവും കേട്ടോ വീഡിയോ കാണുന്നതിൽ. കാണാത്തവർക്കുള്ളതാണേ. പക്ഷേ എത്ര പ്രാവശ്യം കണ്ടാലും ഇതൊക്കെ ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അതാണ് അതിൻ്റെ ഒരു രസം. നല്ല ഫ്രെയിം അല്ലേ, ഇതാ രസമുള്ള ഫ്രെയിം. സ്റ്റില്ലൊക്കെ എടുത്ത് ഇങ്ങനെ വയ്ക്കണം. ആ മേഘത്തിൻ്റെ ഇടയിലൂടെ ഒരു ഷോട്ട് രസമല്ലേ. നമ്മുടെ ബാഹുബലിയിൽ എൻഡിൽ മല കയറി കുത്തിക്കൊല്ലുന്ന പോലത്തെ ഒരു സ്ഥലം അല്ലേ. ഇത് നിങ്ങളെ ഒരു അപൂർവ ദൃശ്യം കാണിക്കട്ടെ. അതായത് ഒരു മരത്തിൻ്റെ കലാവിരുത് എങ്ങനെയുണ്ട്? ഒരു മരത്തിലൊരു ആർട്ടുണ്ട്, നല്ല രസമുള്ള ആർട്ടല്ലേ. നോക്കി, ഇത്രയും ഭാഗമാണ് രസം. നൈസല്ലേ. ഞങ്ങൾ സൂം ചെയ്ത് കാണിച്ചു തരാം. എന്തൊക്കെയോ ആലോചിച്ചാൽ എന്തൊക്കെയോ കഥകൾ വരും ഈ ഒരു ആർട്ട് കാണുമ്പോൾ. നല്ല രസമുണ്ട്. എന്താ വേരൊക്കെ ചുറ്റി പിണർന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷെ എന്തൊക്കെയോ പാമ്പ് വിഴുങ്ങിയ പോലെയോ എന്തൊക്കെയോ ഒരു ഫീല്. പാമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വല്ലവനും പുറത്തുണ്ടെങ്കിൽ നമ്മൾ സ്വാഹ. എന്താ ബ്യൂട്ടി നോക്കിയേ. ആ പുഴയുടെ കുത്തൊഴുക്കും പുഴയും അപ്പുറത്ത് മലയും. അവിടെ ഒരു മേഘം ഇരുണ്ടുകൂടി വരുന്നുണ്ട് കേട്ടോ. മഴ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. നമുക്ക് ആ അടുക്കിലേക്ക് കൊണ്ടുപോകും. നൈസല്ലേ. ഇത് നേരെ ചാലക്കുടി പുഴയിലേക്ക് അങ്ങ് ജോയിൻ ആവും. ചാലക്കുടി പുഴയിലേക്ക് അങ്ങനെ ജോയിൻ ആവും. ഇനി ഒരു രസം കാണിച്ചട്ടെ. എന്തായാലും ഒരു വഴിക്ക് വന്നു, എന്നാൽ പിന്നെ അത് മുഴുവൻ അങ്ങ് എടുത്തേക്കാം. നൈസല്ലേ. ഓക്കെ. ആഹാ, രാജാവിൻ പാർവൈ റാണിயின் പക്കം. ആഹാ, നൈസല്ലേ. ഇനി അടുത്ത ഫ്രെയിം തരട്ടെ. ഇത് വേറൊരു ഫ്രെയിമാണ്. അങ്ങനെ നമ്മൾ നൈസല്ലേ.
ഇനിയിപ്പോൾ ഇത്ര നേരം കാണിക്കാത്തൊരു ഫ്രെയിം കണ്ടോ നിങ്ങൾക്ക്? ആദ്യം അതിൻ്റെ വൈഡ് കാണാം. വാ, ഇനി അത് സൂം ചെയ്ത് കാണാം. നൈസല്ലേ? പിന്നെ ഇതിൻ്റെ കരഭാഗം നല്ല പുളിയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. ഇനി പറഞ്ഞങ്ങ് പൊട്ടിച്ച് കഴിക്കണം. രസമല്ലേ? ഇച്ചിരി ഉപ്പും കൂട്ടി കഴിക്കണം. ഒരു കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ലക. ഇനിയൊരു രസം അതിൻ്റെ അടിയിൽ കൂടെ കാണിച്ചു തരാവേ. നല്ല ഫ്രെയിമാണ്. കണ്ട, രസമല്ലേ? ഇതും രസമല്ലേ? ഇത് രസമല്ലേ? അങ്ങനെ എവിടെ തിരിഞ്ഞാലും ഫ്രെയിമാണ്. അതന്നെ ഇപ്പോൾ അവിടെ കണ്ടേ, ഒരു മുൾച്ചെടി പോലല്ലേ, അല്ല ഇലകൾ കൊഴിഞ്ഞ ഒരു ചെടി. അത് ഇവിടെ ഉണ്ട് കേട്ടോ. അത് അടുപ്പിച്ച് കണ്ട നല്ല രസം ഉണ്ടാവുന്നു. നല്ല രസമല്ലേ? ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട്. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ടാണ് ഇത്രയും വെള്ളം കയറി കിടക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെള്ളമൊന്നും കാണത്തില്ല. നേരെ നമുക്ക് അപ്പുറത്തെ പാറയിലേക്കൊക്കെ പോകാൻ പറ്റും നടന്ന്. പിന്നെ വന്യമൃഗങ്ങളുള്ള സ്ഥലങ്ങളായതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അവിടെ എന്തോ ഒരു വെള്ളി വീണ പോലെ ഉണ്ടോ? എന്ത് പോയതാണെന്തോ, ജെറ്റ് പോയതോ? ജെറ്റ് പോകുന്നുണ്ട് അതിൽ കൂടെ. കണ്ട, ജെറ്റ് പോകുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങിയത് വെറുതെ ആയില്ലെന്ന് വിചാരിക്കുന്നു. അയ്യോ, ഒരു പാവം മീൻ. ഒരു മിനിറ്റ് അതിനെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടേക്കാം. ജീവനുണ്ട് അതിന്. അയ്യോ പാവം, ജീവനുണ്ട്. വേണ്ട, അതിനെടുത്ത് വെള്ളത്തിലിട്ടേക്കാം. അപ്പോൾ അതിനെ വെള്ളത്തിലേക്ക് ഇട്ടു, അത് പോയി. അങ്ങനെ നമ്മളിന്നൊരു ജീവനും രക്ഷിച്ചു. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ന് വന്ന് വണ്ടി നിർത്തിയത് വെറുതെ ആയില്ല. നല്ല രസമുള്ളൊരു സ്ഥലമൊക്കെയാണ്. നിങ്ങൾക്കും ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരാം. വെറുതെ സമയമില്ല, ഒന്നിനും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ വിഷമിച്ച് ഭ്രാന്ത് പിടിച്ചൊന്നും ഇരിക്കണ്ട. നമ്മളിങ്ങനെ ഇറങ്ങുമ്പോഴേ ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പുറത്തൊക്കെ ഉള്ള ചെറുകിട കടക്കാർക്ക് ചായ കുടിക്കുമ്പോഴും എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുമ്പോഴൊക്കെ അവർക്കൊരു വ്യാപാരം നടക്കും. ഒന്ന്, ടൂറിസ്റ്റ് പ്ലേസാണ്. രണ്ട്, നമ്മൾ കൊടുക്കുന്ന ചെറിയ എൻട്രി ഫീസുകളൊക്കെ ഉണ്ടാവും, 50 രൂപ 20 രൂപയൊക്കെ. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിനൊരു വരുമാനമുണ്ട്. പിന്നെ നമ്മളുടെ മനസ്സിനൊരു സന്തോഷമുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ മനസ്സിനൊരു സന്തോഷമുണ്ടാവും. ഫാമിലിക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡ് കിട്ടും. ഈ എൻ്റർടൈൻമെൻറ്റ് മൂഡ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിലേക്ക് കയറുന്ന ഫുഡാണത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് പോലെ തന്നെ, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ബ്രെയിൻ ഫുഡ് എന്നാണല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ പങ്കിടുമ്പോൾ നമ്മുടെ തലയിലേക്ക് പുതിയ പുതിയ അറിവുകൾ വരും. ഈ അറിവുകൾ നമ്മുടെ തലച്ചോറിനെ കൂടുതൽ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി തരും. രസമല്ലേ? അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് സന്ദർശിക്കുക. ഇതധികം ദൂരമൊന്നുമില്ല, നമ്മുടെ ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി റൂട്ടിലാണ്. അപ്പോൾ ഞാൻ അതിരപ്പള്ളി എത്താറാവുന്നേ ഉള്ളൂ. അതിനു മുമ്പ് കണ്ടപ്പോൾ ഒന്ന് വണ്ടി നിർത്തി. ഓക്കെ, ബൈ.